നമസ്കാരം. നാളെ മാർച്ച് 5 ഗജകേസരി യോഗം ആരംഭിക്കുകയാണ്. ആ യോഗഫലങ്ങൾ എല്ലാ നക്ഷത്രക്കാരിലേക്കും എത്തുന്നതുമില്ല. ചില നക്ഷത്രക്കാരിൽ മാത്രമാണ് നാളെ മുതൽ ഗജകേസരി യോഗം ആരംഭിക്കുന്നത്. ആദ്യം ഗജകേസരി യോഗം ആരംഭിക്കുന്ന നക്ഷത്രക്കാരൊക്കെയെന്ന് നോക്കാം. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് നാളെ മാർച്ച് 5 മുതൽ ഗജകേസരി യോഗം ആരംഭിക്കുന്നുണ്ട്. അടുത്തത് മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്കും നാളെ മുതൽ ഗജകേസരി യോഗം ആരംഭിക്കുന്നുണ്ട്. അടുത്തത് കന്നി രാശിയിൽ വരുന്ന ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്കും നാളെ മുതൽ ഗജകേസരി യോഗമാണ് ആരംഭിക്കുന്നത്. ഗജകേസരി യോഗം ആരംഭിക്കുമ്പോൾ ഗുണാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. എങ്കിലും ഏതൊക്കെ വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് ഈ നക്ഷത്രക്കാരെ കാത്ത് നാളെ മുതൽ അനുഭവത്തിൽ വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക. ഒരു വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ, സമ്പത്ത്, അഭിവൃദ്ധി, ഐശ്വര്യം എന്നിവയൊക്കെ നൽകുന്നതിൻ്റെ കാരകനാണ് വ്യാഴം. ചന്ദ്രനാണെങ്കിലോ മനസ്സിൻ്റെയും വികാരങ്ങളുടെയും ഗ്രഹമാണ്. ഇപ്പോൾ വ്യാഴം ഇടവം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. മാർച്ച് 5 അതായത് നാളെ ചന്ദ്രനും ഇടവത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണ് ചന്ദ്ര വ്യാഴ സംയോഗം ഗജകേസരി യോഗമായി രൂപം കൊള്ളാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി ഭാഗ്യാനുഭവങ്ങൾ ചില നക്ഷത്രക്കാരെ തേടിയെത്തുക. അതായത് 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം കൂടുതലായി ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗം മാർച്ച് 5 അതായത് നാളെ തുടങ്ങുകയാണ്. നേട്ടങ്ങളും ഭാഗ്യങ്ങളുമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. ഈ രാജയോഗം ഇടവം രാശിയുടെ ലഗ്നഭാവത്തിലാണ് നാളെ മുതൽ രൂപം കൊള്ളുന്നത്. അതിനാൽ തന്നെ ഗജകേസരി യോഗം നേട്ടം കൂടുതലായി നിങ്ങളിലേക്ക് എത്തും. ഇത്തവണ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് മാർച്ച് 5 അതായത് നാളെ മുതൽ തുടങ്ങുന്നത്. ആത്മവിശ്വാസം വർദ്ധിക്കും. നഷ്ടപ്പെട്ട ആത്മവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. ആ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വർദ്ധിക്കുകയും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കാര്യപ്രാപ്തി നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യാഴമാണ് ഇവിടെ അനുകൂലത്തിൽ. അപ്പോൾ സാമ്പത്തികമായി വളരെ വലിയ മാറ്റം ഗജകേസരി യോഗഭാവത്തിൽ നിങ്ങളിലേക്ക് നാളെ മുതൽ എത്തുകയാണ്. മറ്റുള്ളവരെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ പല ഇടപെടലുകളും നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. വിവാഹിതരായ ആളുകൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ സ്വല്പം പ്രശ്നങ്ങളുണ്ട്. അതൊക്കെയും ഇനി മാറി സന്തോഷ നിമിഷങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. ഇനി അവിവാഹിതരായ ആളുകൾ വിഷമിക്കേണ്ട കാര്യമില്ല. വിവാഹാലോചനകൾ, അതായത് ഈ 3 നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. നാളെ മുതൽ പുതിയ വിവാഹ ആലോചനകൾ അത് നടത്തിപ്പിലേക്ക്, അതായത് വിവാഹത്തിലേക്ക് തന്നെ എത്തുന്നതും ആയിരിക്കും. ബിസിനസ് ലാഭം കൂടുന്ന സമയമാണ് ഈ 3 നക്ഷത്രക്കാർക്ക്, അതായത് കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗം നിമിത്തം നാളെ മുതൽ ഉണ്ടാകാൻ പോകുന്നത്. കർമ്മ പദ്ധതികളൊക്കെ തയ്യാറാക്കിക്കൊള്ളുക. നല്ല സമയമാണ് അതൊക്കെ പ്രാവർത്തികമാക്കാൻ. നമ്മൾ മനസ്സിൽ ധാരാളം പദ്ധതികൾ സുരുക്കൂട്ടി വെക്കും. പക്ഷേ അതൊക്കെ പ്രാവർത്തികമാകണമെങ്കിൽ പോലും അത് നല്ലൊരു സമയമാവണം. ഇവിടെ വ്യാഴം അനുകൂലത്തിൽ ഗജകേസരി യോഗം തുടങ്ങുന്നുണ്ട്. അപ്പോൾ 2 ഗുണങ്ങളാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഗജകേസരി യോഗഭാവത്തിൽ മാർച്ച് 5 മുതൽ, അതായത് നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്തുകയാണ്. അതിൻ്റെ ഫലമായി കർമ്മ പദ്ധതികളിൽ നേട്ടമുണ്ടാകും. ധനയോഗം തുടങ്ങുകയാണ് കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്കും. കൂടാതെ കിട്ടാക്കടം, അതായത് നമ്മൾ ഒരാൾക്ക് ഇത് ധനം കൊടുത്തു, പക്ഷേ അത് തിരിച്ചു തരുന്നില്ല. എന്തൊക്കെ വിലകൾ കാണിച്ചിട്ടും തിരിച്ചു തരുന്നില്ല. നീ വാങ്ങിച്ചതാ തിരിച്ചു താ എന്ന് പറഞ്ഞ് കേണ് നോക്കിയിട്ടും ചിലപ്പോൾ ചില ലക്ഷങ്ങളായിരിക്കും തിരിച്ചു തരാതെയുള്ള ധനങ്ങളുണ്ട്. അതൊക്കെയും നിങ്ങൾക്ക് കിട്ടാനുള്ള സമയം നാളെ മുതൽ ആരംഭിക്കുക. കാരണം ഇവിടെ വ്യാഴം അനുകൂലമാണ്. ഗജകേസരി യോഗഭാവമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. അടുത്ത 3 നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം. ഈ നക്ഷത്രക്കാർക്ക് ഗജകേസരി രാജയോഗത്തിലൂടെ ശുഭകരമായ നിരവധി കാര്യങ്ങൾ മാർച്ച് 5 നാളെ മുതൽ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. കാരണം ഈ രാജയോഗം ഈ രാശിക്കാരുടെ കരിയർ, കർമ്മമേഖലയും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാവത്തിലാണ് സംഭവിക്കുന്നത്. നാളെ ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത്. അതിനാൽ തന്നെ ജോലി ചെയ്യുന്നവർക്ക്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ കൈത്തൊഴിലുകൾ ചെയ്യുന്ന, അങ്ങനെ ഏത് മേഖലയിൽ ജോലി ചെയ്ത് വേതനം ഉണ്ടാക്കുന്നവർക്കും നേട്ട സമയമാണ്. തൊഴിൽ രഹിതരായ ആളുകളുടെ കാര്യം വന്നു കഴിഞ്ഞാൽ ചിങ്ങം രാശിക്കാരായ ഈ നക്ഷത്രക്കാർക്ക്, അതായത് മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ നക്ഷത്രക്കാർ, അവർക്ക്
ആഗ്രഹിച്ച ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്, ഭാഗ്യം തെളിയുന്നുണ്ട്, ശമ്പള വർധനവുണ്ടാകും, മറ്റുള്ളവരിൽ നിന്ന് മതിപ്പും നേട്ടവും അംഗീകാരവും ഒക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ബിസിനസ്സൊക്കെ 10 മടങ്ങ് ലാഭമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അതൊരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു വമ്പൻ മാറ്റം ധനപരമായി പ്രതീക്ഷിക്കാം, ഉറപ്പിച്ചുകൊള്ളൂ. ഉണ്ടാകാനുള്ള മാറ്റം വളരെ വലുതായി നിങ്ങളിലേക്ക് നാളെ മുതൽ ഉണ്ടാകും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ടെൻഷൻ ഒരുപാട് ഉണ്ടായിരുന്നു, അതൊക്കെ നാളെ മുതൽ പതിയെ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സൊന്ന് റിലാക്സ് ആവുന്നത് നാളെ മുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാനസികമായി സന്തോഷം വർദ്ധിക്കും. കാരണം ബുധൻ ചന്ദ്രനും ഇവിടെയാണ്. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്. മനസ്സിൻ്റെ ആ ഒരു ചൂട് അല്ലെങ്കിൽ ആ ആദികൾ വ്യാധികളൊക്കെ മാറ്റുന്നുണ്ട്. ഇവിടെ ആശങ്കകളില്ലാതാകുകയും തിരിച്ചു കിട്ടാനുള്ള പണം, അത് സ്വർണ്ണമായിട്ടുള്ളതാകാം, അല്ലെങ്കിൽ പണമായിട്ടാകാം, അല്ലെങ്കിൽ ചില വസ്തുക്കളൊക്കെ ചിലപ്പോൾ ആളുകൾ വണ്ടിയൊക്കെ ആണെങ്കിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കിട്ടാത്ത കേസുകളൊക്കെ അങ്ങനെ ആയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വസ്തു ചില ആളുകളുടെ കൈവശമായിട്ടുള്ളതുണ്ടെങ്കിൽ, അങ്ങനെ പല കാര്യങ്ങളും തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യം കൂടി ഈ നക്ഷത്രക്കാർക്ക് നാളെ മുതൽ ആരംഭിക്കുകയാണ്. അടുത്ത നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ തന്നെ അവസാന 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന കന്നി രാശിക്കാർക്കും, അതായത് ഉത്ര നക്ഷത്രക്കാർ 2 രാശിയുണ്ടല്ലോ, 2 രാശിക്കാർക്കും ബുധനാഴ്ച നാളെ മാർച്ച് 5 തൊട്ട് ഗജകേസരി യോഗത്തിൻ്റെ സൗഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. ഈ രാജയോഗം കന്നി രാശിയുടെ ഭാഗ്യഭാവത്തിൽ തന്നെ രൂപം കൊള്ളുന്നതിനാൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹവും ചന്ദ്രൻ്റെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതിനാൽ നിരവധി ഭാഗ്യ അനുഭവങ്ങൾ ഈ ഒരു കാലയളവിൽ അനുഭവത്തിൽ വരുന്നതാണ്. തടസ്സപ്പെട്ടിരുന്നതോ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാതെ പോയതോ ആയ നിങ്ങളെ വിഷമിപ്പിച്ച പല കാര്യങ്ങളും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. ഇത് നിമിത്തം മാനസികമായി സംതൃപ്തി ഉണ്ടാവും, ആത്മാഭിമാനമുണ്ടാവും. പല കാര്യങ്ങളുണ്ട്, ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ സധൈര്യം മുന്നോട്ട് വരും. പക്ഷേ ചില സമയത്ത് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റാതെ അപഹാസ്യരായി മാറുന്ന അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇവിടെ മാറുകയും നമ്മളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് രാജയോഗ ഗുണങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് സന്തോഷിക്കും. കാരണം എന്താണെന്നാൽ ഈ ഒരു സമയം എക്സാമിൻ്റെയൊക്കെ സമയമായതിനാൽ നേട്ടം വളരെയധികം ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ പേപ്പറിലേക്ക് പകർത്താനായി സാധിക്കുന്നതാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ഒരു കാലയളവിൽ സർക്കാർ വേതനം ഭാഗ്യം തെളിയുന്നുണ്ട്. കാരണം ഗജകേസരി യോഗമാണ്, വ്യാഴമാണ്, സമ്പത്തിൻ്റെ കാരകൻ വ്യാഴം അനുകൂലമാണ്. പിന്നെ എന്താണ് ആവശ്യമായിട്ടുള്ളത്? അതേപോലെ തന്നെ ചന്ദ്രൻ്റെ ഒരു അനുഗ്രഹവും വരുന്നതിനാൽ തന്നെ മനസ്സിൻ്റെ ടെൻഷനുകൾ അല്ലെങ്കിൽ ഒരു ഉള്ളിലുള്ളൊരു ഭയം, ഇതൊക്കെ ആദികൾ, ഇതൊക്കെ മാറുകയാണ്. മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ, ഇവിടെ സമ്പത്തിൻ്റെ കാരകനാണ് വ്യാഴം. രണ്ടുപേരും കൂടി ചേർന്നാണ് നാളെ മാർച്ച് 5 ഗജകേസരി യോഗം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വിദേശയാത്രകളൊക്കെ ഏറെക്കാലമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് കുടുംബത്തോടൊപ്പം പോകുന്നതാകാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായി പോകുന്നതാകാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പരമായി പോകുന്നതാകാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 1 ഡേ ടൂർ പോലെ പോകാനായി വിമാനത്തിലൊന്ന് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. ഒരിക്കലും ഇതുവരെ ജീവിതത്തിൽ വിമാനത്തിൽ കയറാൻ പറ്റാത്ത ആളുകൾക്കൊന്ന് കയറണമെന്ന് ആഗ്രഹമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള, അതായത് വിദേശ ഭാഗ്യമൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട്. ചില യാത്രകളൊക്കെ മാറ്റം സൃഷ്ടിക്കുന്നതാണ്. അതായത് പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെടാനും അത് ജീവിതത്തിലേക്ക് തന്നെ ഒരു ടേണിംഗ് പോയിൻ്റായി മാറാനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ഭാഗ്യം കാണുന്നു. അപ്പോൾ നാളെ മാർച്ച് 5 ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഗജകേസരി യോഗമാണ് ആരംഭിക്കുന്നത് നാളെ മുതൽ.